എസ് ബി എല്ലും എസ് ബി ആറും അല്ലാണ്ട് ഞാൻ ഏത് പി ലെവൽ പേപ്പർ ചൂസ് ചെയ്യണം, ഞാൻ ഏത് ഓർഡറിലാണ് പി ലെവൽസ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ കൺസേൺസ് ഉള്ളൊരു എ സി സി സ്റ്റുഡൻറ്റ് ആണോ നിങ്ങൾ? ഓൾമോസ്റ്റ് എല്ലാ എ സി സി സ്റ്റുഡൻസിനും അങ്ങനത്തെ കൺസേൺസ് ഉണ്ട്. സോ ഹൗ ടു ടാക്കിൾ ദാറ്റ്? ബട്ട് ബിഫോർ ദാറ്റ് എ ഡിസ്ക്ലെയിമർ, ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല. അതായത് ഞാൻ പറയുന്ന രീതിക്ക് തന്നെ ചെയ്യണം, അങ്ങനെയല്ല. I'm just going to discuss a few factors that will help you to choose P levels and the order in which you can choose P levels. So let's discuss some factors. Coming to factor number 1, subject interest. അപ്പോൾ നിങ്ങൾ സ്കിൽസ് ലെവൽ തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് പേപ്പറിലായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ യു ലൈക്ഡ് ഇറ്റ്, യു ഗോട്ട് മാർക്സ്. And there are many factors like that. For example, tax ആണോ? If you like tax, you can choose advanced taxation. ഇനി ഓഡിറ്റ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, you loved auditing, അങ്ങനെയാണെങ്കിൽ choose AAA. If you liked FM, choose AFM. But that is one factor that will help you decide skills level പേപ്പറിൻ്റെ നമ്മുടെ ഇൻട്രസ്റ്റ്. ഇനി സെക്കൻഡ് ഫാക്ടർ, വാട്ട് ആർ യുവർ കരിയർ ഇൻട്രസ്റ്റ്സ്? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് ഓഡിറ്റിൽ തന്നെ കയറണം, അങ്ങനെ ഫീൽ ചെയ്യുവാണെങ്കിൽ ചൂസിങ് AAA is a good idea for you. അതുപോലെ നിങ്ങൾക്ക് തോന്നുവാണ്, വെയിറ്റ്, ഐ ലൈക്ക് ടാക്സേഷൻ, ഐ വോണ്ട് ടു ഗെറ്റ് സം ജോബ് മേ ബി ഇൻ UK ടാക്സേഷൻ, അങ്ങനെ തോന്നുവാണെങ്കിൽ ATX, അതായത് UK വേരിയൻറ്റ് ഓഫ് ATX ചൂസ് ചെയ്യുന്നത് നല്ല ഐഡിയ ആയിരിക്കും. സോ ദാറ്റ്സ് അനദർ ഫാക്ടർ that will help you choose your P level. Another factor to check before choosing a P level paper is the prerequisites. അതായത് ഒരു പേപ്പർ ചെയ്യുന്നതിന് മുന്നേ വേറെ ഏതെങ്കിലും പേപ്പർ ചെയ്യണോ? അതായത് AAA ചെയ്യുന്ന മുന്നേ ഓബിയസ്ലി AA ചെയ്യണം, അതല്ല ഞാൻ പറയുന്നത്. ചില പി ലെവൽ പേപ്പേഴ്സ് ലൈക്ക് AAA തന്നെ നിങ്ങൾ AAA ചെയ്യാൻ ഉറപ്പിക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ഡു SBR ബിഫോർ ദാറ്റ്. ബിക്കോസ് നിങ്ങളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോളജ് നല്ല സ്ട്രോങ് ആയിരിക്കുന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് വെൻ യു ഡു AAA. അപ്പോൾ ഒരു പേപ്പർ ചെയ്യുന്നതിന് മുന്നേ വേറെ ഏതെങ്കിലും പേപ്പർ ആവശ്യമുണ്ടോ, വേറെ ഏതെങ്കിലും പേപ്പറുടെ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. Because that's very easy. That's going to make it easier for you to pass that P level paper. ഇനി എന്തൊക്കെയാണ് പ്രീറിക്വസിറ്റ്സ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ask your faculty, your friends, your mentors, and they'll be able to help you with that. ഇനി ഓർഡറിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഫാക്ടർ ഞാൻ പറയാം. അതായത് ഫസ്റ്റ് ഏത് ചെയ്യണം? See, this is just one idea. It might not work for everybody, but it has worked for most of them. അതായത് നിങ്ങളുടെ ലാസ്റ്റ് ചെയ്ത സ്കിൽസ് പേപ്പർ അതിൻ്റെ തൊട്ടടുത്തുള്ള അഡ്വാൻസ് ലെവൽ ചെയ്യുന്നത് ഇറ്റ് കുഡ് ബി എ ഗുഡ് ഐഡിയ. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഐ ഡിഡ് മൈ ലാസ്റ്റ് സ്കിൽസ് പേപ്പർ ആസ് FM ആൻഡ് റൈറ്റ് അവേ മൈ ഫസ്റ്റ് P ലെവൽ പേപ്പർ വാസ് AFM. ദാറ്റ്സ് ബിക്കോസ് അത് രണ്ടും നമ്മൾ അധികം ഗ്യാപ്പ് ഇല്ലായിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് ഇൻ ദ റൈറ്റ് നെക്സ്റ്റ് സെഷൻ. നിങ്ങളുടെ ലാസ്റ്റ് സ്കിൽസ് പേപ്പറും ഫസ്റ്റ് P ലെവൽ പേപ്പറും തന്നെ വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ദിസ് ഡസൻ ഹെൽപ്പ്. അപ്പോൾ ദാറ്റ്സ് വൺ ഫാക്ടർ that could help you, but provided you like that subject. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടാക്സ് എടുത്തു ലാസ്റ്റ് സ്കില്ല്, പക്ഷെ നിങ്ങൾക്ക് ടാക്സ് ഇഷ്ടമല്ല, ഉടനെ ATX എടുക്കണം എന്നല്ല. ബട്ട് വൺ ഫാക്ടർ ദാറ്റ് കുഡ് ഹെൽപ്പ് യു ടു ചൂസ് യുവർ ഫസ്റ്റ് P ലെവൽ പേപ്പേഴ്സ്, നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്ത സ്കിൽസ് പേപ്പർ ഇഷ്ടമാണെങ്കിൽ അതിന് തൊട്ടടുത്ത അഡ്വാൻസ് പേപ്പർ യു ക്യാൻ ഡു ആസ് യുവർ ഫസ്റ്റ് P ലെവൽ പേപ്പർ ഇഫ് ഇറ്റ്സ് എ നെക്സ്റ്റ് സെഷൻ. ഇനി another factor is the difficulty levels. അതായത് നിങ്ങൾ ഉറപ്പിച്ചു നിങ്ങൾ SBR ഒബ്വിയസ്ലി എടുക്കും, അതിൻ്റെ ഒപ്പം നിങ്ങൾ APM എടുക്കുമെന്ന് ഉറപ്പിച്ചു. പക്ഷെ ബിഫോർ ദാറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഡിഫിക്കൽട്ടി ലെവൽസ്, പാസ് റേറ്റ്സ് ചെക്ക് ചെയ്യുക, ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്, ടോക്ക് ടു യുവർ ഫാക്കൽറ്റീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫിക്കൽട്ടി ലെവൽ. നമ്മുടെ ഏറ്റവും ഫസ്റ്റ് P ലെവൽ പേപ്പർ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പേപ്പർ ചെയ്യുന്നത് നല്ലൊരു ഐഡിയ അല്ല. ബിക്കോസ് ഇഫ് യു ആർ ഏബിൾ ടു ക്ലിയർ ഇറ്റ്, വിച്ച് ഇസ് വെരി നോർമൽ ബൈ ദ വേ, ഇഫ് യു ആർ ഏബിൾ ടു ക്ലിയർ ഇറ്റ് നമുക്ക് ബാക്കി P ലെവൽസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറയും. സോ ആദ്യം തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് പേപ്പർ ചൂസ് ചെയ്യാണ്ട് അത്യാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന നല്ല പാസ് റേറ്റ്സ് ഉള്ളൊരു പേപ്പർ ചൂസ് ചെയ്യുക. സോ വാട്ട് ഇസ് ദി അതർ ഫാക്ടർ ഐ ടോൾഡ് യു? ദ ഡിഫിക്കൽട്ടി ലെവൽ. നൗ വാട്ട് യു കൻ ഡു ടു ഹെൽപ്പ് യു ഓൾസോ ഇസ് യു ക്യാൻ സീക്ക് അഡ്വൈസ് ഫ്രം യുവർ ഫാക്കൽറ്റീസ്, മെൻറ്റേഴ്സ്, പിയേഴ്സ്. അതായത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, വാട്ട് ടു ഡു, ഹൗ ടു ടേക്ക് എ ഡിസിഷൻ. Talk to your faculties, your friends, your mentors also, and you know how they can help you. അവരെങ്ങനെയാണ് ചെയ്ത് P levels, അവരെങ്ങനെയാണ് ചൂസ് ചെയ്ത്, അങ്ങനെ ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഇറ്റ് കുഡ് ബി ഹെൽപ്ഫുൾ. ബട്ട് റിമെമ്പർ, ഒരാളുടെ കേസ് നിങ്ങൾക്ക് ശരിയാവണം എന്നില്ല, അതുപോലെ ഒരാൾക്ക് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യത്തില്ല എന്നല്ല. സോ യു ക്യാൻ ഓൾസോ ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്, okay, your mentors, your faculties to also understand what they did. Now, the next factor, നിങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ്സും അവൈലബിലിറ്റിയും നോക്കാം. സി യൂഷ്വലി ഇപ്പോൾ ആ പ്രശ്നമില്ല, പക്ഷേ ഈ SBIലും ATXും സെയിം ഡേ ആയിരുന്നു
എക്സാം വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് നൗ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. സോ നിങ്ങൾ 2 പേപ്പേഴ്സ് ചെയ്യാൻ തീരുമാനിക്കുവാണെങ്കിൽ, നൗ ഈവൻ ഇഫ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ സ്കിൽസ് ലെവൽ ആൻഡ് എ പി ലെവൽ പേപ്പർ, ആദ്യമേ തന്നെ ചെക്ക് ദി എക്സാം ഡേറ്റ്സ്. ആദ്യം ഒന്ന് സെയിം ഡേ, ഒരു ഡേ ഗ്യാപ്പ് ഉള്ളോ, എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ, തൊട്ട് നെക്സ്റ്റ് ഡേ ആണോ, കെൻ ഐ മാനേജ് ദാറ്റ്, അതും കൂടെ നോക്കാം. കാരണം എക്സാം പ്രിപ്പറേഷൻ മാത്രമല്ല, ദ വേ യു ആർ ഡൂയിങ് ദി എക്സാം, ഹൗ മെനി ഡേയ്സ് ഗ്യാപ്പ് യു ഹാവ്, അതും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. So along with proper and systematic planning like this, with all these factors, you can take a good decision as to what order of P levels അതുപോലെ തന്നെ ഏത് ചൂസ് ചെയ്യണം. And along with the classes we provide for you at IIC Lakshya, you will be able to clear your P level papers. So if there are any more queries or doubts with regards to P level papers, feel free to post it in the comment section. So I hope you take a good decision. All the best for your hard work and success. Thank you.